യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച്. സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി അടുപ്പമുള്ള പ്രവർത്തകരുടെ അടൂരിലുള്ള വീടുകളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ഇതേ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാളെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇന്നത്തെ നീക്കം. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഡേവി ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ജയശങ്കർ, ഈ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു അവ്യക്തത രാവിലെ ഉണ്ടായിരുന്നു. അതിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലാണല്ലോ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടന്നിട്ടുള്ളത്. ഒരു ഫോൺ കണ്ടെടുത്തു എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും രേഖകളോ മറ്റോ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധന പൂർത്തിയായോ? എന്താണ് ജയശങ്കർ വിശദാംശം? ഇന്ന് രാവിലെയാണ് അടൂരിൽ ക്രൈംബ്രാഞ്ചിന്റെ മിന്നൽ പരിശോധന ഉണ്ടായത്. ഈ രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത് നിൽക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നുബിൻ ബിനുവിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിലെടുത്തു. മറ്റ് ഏതെങ്കിലും ഡിജിറ്റൽ ഡിവൈസുകളോ മറ്റ് രേഖകളോ പിടിച്ചെടുത്തു എന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല. അടൂരിലെ 3ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം ഇന്ന് പരിശോധന നടത്തിയത്. വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു പരിശോധന. രാഹുലിനെതിരെ നിലവിൽ ക്രൈംബ്രാഞ്ച് 2 കേസുകളാണ് അന്വേഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ലൈംഗികാക്ഷേപവുമായി ബന്ധപ്പെട്ട കേസും ഒപ്പം തന്നെ മുൻപ് ഉണ്ടായിരുന്ന ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട കേസ്. ഈ വ്യാജ ID കേസ് കുറേ കാലമായി ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലെത്തിയിട്ട്, പക്ഷേ ഈ അടുത്താണ് ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിച്ചത്. 2 ദിവസം മുമ്പാണ് രാഹുലിന് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാവണം കാണിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകിയത്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ നാളെ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരാകില്ലെന്നാണ്. കാരണം ഒരു തരത്തിലുള്ള ലീഗൽ നോട്ടീസും ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനെ ഹാജരാകണം എന്നാണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകുന്ന മറുപടി. എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നുകൂടി പൂട്ടുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം വേഗത്തിലാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടിയായിരുന്നു ഇന്നത്തെ ഒരു പരിശോധന. പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തുക എന്ന ലക്ഷ്യം ഈ അന്വേഷണ സംഘത്തെ ഇന്നത്തെ പരിശോധനയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ആ സംഘം ജയശങ്കർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഐഫോൺ പരിശോധനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഐഫോൺ നൽകാതിരിക്കുകയും അതിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ പാസ്വേഡ് രാഹുൽ നൽകിയില്ല എന്നൊക്കെയാണല്ലോ അന്വേഷണ സംഘം നേരത്തെ നൽകിയിരുന്ന ഒരു വിശദീകരണം. അപ്പോൾ ഈ വ്യാജരേഖ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറെ കൂടി സമ്മർദ്ദത്തിലാക്കാനും രാഹുലിനെതിരായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ഒരു കുരുക്കിൽപ്പെടുത്താനുമാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതുപോലെ ഇന്ന് നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് എന്ന് നമുക്ക് പറയാനാകുമോ? ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവും മ്യൂസിയം പോലീസിനോ ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലൊരു തെളിവുകളും നിലവിൽ ആരുടെയും ഒരു ഏജൻസിയുടെയും പക്കലില്ല. ആകെ ഉണ്ടായിരുന്ന GK സൂചിപ്പിച്ച പോലെ ഈ വ്യാജ തിരിച്ചറിയൽ കേസുമായി ബന്ധപ്പെട്ട് അതിലെ 3ാം പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിന് വരാൻ രാഹുലിനുമായി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ശബ്ദ സന്ദേശം ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രാഹുൽ നേരിടുന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നൊരു ചോദ്യം അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. രാഹുലിൻ്റെ ഐഫോണുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഫോൺ കൂടി അവർ കസ്റ്റഡിയിൽ എഴുതി വാങ്ങിക്കുന്നത്. അതിനുശേഷം ആ ഐഫോൺ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി. പക്ഷേ കേരള പോലീസിന് ഈ ഐഫോൺ സ്വമേധയാ പരിശോധിക്കാനുള്ള ഒരു സാങ്കേതിക സംവിധാനം സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനോട് ഇതിൻ്റെ പാസ്വേഡ് ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ രാഹുൽ അഭിഭാഷകരുമായി ആലോചിച്ച് നൽകാമെന്ന് അന്ന് മറുപടി പറയുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഫോളോ അപ്പുകളും ഉണ്ടായില്ല. പിന്നീട് എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് തുനിഞ്ഞിറങ്ങുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഈ വിഷയം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ കുരുക്കുക അല്ലെങ്കിൽ രാഹുലിനെ
അതിനെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഴയ കേസ് കുത്തിപ്പൊക്കി വരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് അടിമുടി ഒരു പരിശോധന നടത്തിപ്പോയിട്ടുണ്ട്. ആ പരിശോധനയിൽ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഒരു പഴയ ആൻഡ്രോയിഡ് ഫോണും മാത്രമാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുപോകാനായത്. ഈ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ തുടർ നീക്കങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം നാളെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന കാര്യം ഉറപ്പാണ്. രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. JK. ശരി, AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ ഇന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കിതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാജ തിരിച്ചറിയൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്തു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തുക എന്നതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ജയശങ്കർ നൽകിയത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയുടെ ഫോൺ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞതാണ് ഈ കേസിനെ രാഹുലുമായി ബന്ധപ്പെടുത്തിയ ഒരു ഘടകം. രാഹുലിന്റെ നിർദ്ദേശമോ ഇടപെടലോ ഈ വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ പരിശോധന എന്നാണ് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നു. അതേസമയം തന്നെ രാഹുലിന്റെ ഓഫീസ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മൊഴികൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. യുവനടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളാകും ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട് എത്തിക്കാൻ മുൻകൈയെടുത്ത് ഷാഫി പറമ്പിലും A ഗ്രൂപ്പും. രാഹുൽ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകും എന്നാണ് പാലക്കാട് ചേർന്ന A ഗ്രൂപ്പ് യോഗത്തിന്റെ വിലയിരുത്തൽ. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ DYFI വീട് വീടാന്തരം കയറിയുള്ള ക്യാമ്പയിനൊക്കെ നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ. MLA-യെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ രാഷ്ട്രീയ കക്ഷികൾ, യുവജന സംഘടനാ നേതാക്കളും ഒക്കെ കഴിഞ്ഞ ദിവസം പറയുന്നതും കേട്ടു. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് സജീവമാക്കി എന്നറിയുന്നു. അതിന് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? മറ്റൊരു കാര്യം, ഈ കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ, അതായത് ഇപ്പോൾ 1-2 കേസുകൾ വന്നിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്ന സൂചനയുമുണ്ടല്ലോ. എന്തൊക്കെ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ശ്രീജിത്ത്? JK, ഇക്കാര്യത്തിൽ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കണമെന്നത് ഒരു പൊതുവികാരമാണ്. അത് A ഗ്രൂപ്പ് പ്രവർത്തകരുടെ വികാരമാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു യോഗം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതായത് ഷാഫി പറമ്പിലിനെ നേരിട്ട് ചെന്ന് അങ്ങോട്ട് കാണുകയായിരുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് അവർ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത് അടക്കം പാലക്കാട് നഗരസഭയിലെ അടക്കമുള്ള മുഴുവൻ A ഗ്രൂപ്പ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും പിന്തുണയ്ക്കുന്ന അനുകൂലികൾ എന്ന് വേണം പറയാൻ. എന്തായാലും അവർ ആ യോഗം ചേർന്ന് ഒരു പൊതുവികാരം എന്ന തരത്തിലാണ് ഷാഫിയുടെ മുൻപിലേക്ക് അത് അവതരിപ്പിച്ചത്. MLA ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം അത് തിരിച്ചടിയാകും, കൂടുതൽ തിരിച്ചടിയാകും. 1-2 ദിവസം രാഹുൽ മണ്ഡലത്തിലെത്തി അത് പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ അല്ല പങ്കെടുക്കുന്നത്. ചില ക്ലബ്ബുകൾ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംഘടനകളുടെ പരിപാടികൾ, അങ്ങനെ വ്യാപാരികളുടെ പരിപാടികൾ, അങ്ങനെ ചില പരിപാടികളിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അതെന്തായാലും ഉടനടി ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് A ഗ്രൂപ്പ് നേതാക്കളുടെ ഒറ്റക്കെട്ടായുള്ള തീരുമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാട് DCC അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് ശക്തമായ പിന്തുണ A ഗ്രൂപ്പ് നൽകുന്നത്. ഇനി JK രണ്ടാമത് പറഞ്ഞ കാര്യം അത് വളരെ വ്യക്തം തന്നെയാണ്. ഈ ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം 3 സംഘങ്ങളായി തിരിഞ്ഞ് കൊച്ചി, തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിലെത്തി ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെ നടത്തിയ, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതികൾ പറഞ്ഞ ആളുകളുടെ, അത് യുവനടി അടക്കമുള്ള ആളുകളുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തുക. അവർ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അത് ഒരർത്ഥത്തിൽ പരാതി ഒന്നും തന്നെ ഓൺ ചെയ്യാൻ തയ്യാറാകാത്ത ആളുകൾ വരെയുണ്ട്. അവരെ ഒക്കെ നേരിൽ ചെന്ന് കണ്ട് ഇത്തരത്തിൽ അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുകയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ ഒരു നീക്കമാണ്. രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ? ഇപ്പോൾ നിലവിൽ സ്ത്രീകളെ പിറകിൽ നടന്ന് ശല്യം ചെയ്തെന്നൊരു കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, അത് ഓറലായ പരാതി, അത് രേഖാമൂലം ലഭിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളി. എന്നാലും ക്രൈംബ്രാഞ്ച് ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. സർക്കാർ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അത് ഒരു കാര്യം വ്യക്തമാണ്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കൂടി കൃത്യമായ രീതിയിൽ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം തയ്യാറായിരിക്കുന്നു. എന്തായാലും രാഹുലിനെ പാലക്കാട്
നിലപാട് കാലുകുത്തിക്കലാന്നൊരു നിലപാടിൽ CPIM-ഉം BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും അടക്കമുള്ള ആളുകൾ, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. എന്തായാലും പാലക്കാട്ടേക്ക് രാഹുൽ എത്തണമെന്ന ഒരു പൊതുവികാരമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് രാഹുൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ തന്നെയാണ് ഉള്ളത്. പാലക്കാട് എത്താനുള്ള സാധ്യതയുണ്ടോ? പാലക്കാട്ടിലേക്ക് രാഹുലിനെ കൊണ്ടുവരണം എന്നതാണ് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും ആലോചിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതൊരു തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തുന്നുണ്ട്. അതേസമയം തന്നെ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യാജ ID കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും രാഹുലിനോട് ചേർന്ന് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരുടെ വീടുകളിലും ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനകളൊക്കെ നടക്കുന്നത്. രാഹുലിന് കുരുക്കുമുറുകുന്നു എന്നൊക്കെ കരുതാവുന്ന തരത്തിലേക്ക് നടപടികളൊക്കെ നീങ്ങുന്നുണ്ട്. അതിനിടയിലാണ് പാലക്കാട്ടേക്ക് MLA കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സജീവമാക്കാൻ ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും ആലോചിക്കുന്നത്. ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.